നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. മറ്റൊരു NBFCയുടെ IPO കൂടി വന്നിരിക്കുകയാണ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. ഇപ്രാവശ്യം സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് ലിമിറ്റഡ് എന്നുള്ളൊരു NBFC ആണ്. ഇതൊരു നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു NBFC ആണ്. ഇവർ മൈക്രോ എൻ്റർപ്രണേഴ്സിനും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ലോൺ ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. 1905 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കുന്നത്. അത് മുഴുവൻ ഓഫർ ഫോർ സെയിലാണ്. ഫ്രഷ് ഓഹരികളൊന്നും തന്നെ ഇല്ല. നവംബർ 9 മുതൽ 11 വരെയാണ് ഈ ഇഷ്യൂ മാർക്കറ്റിൽ ഓപ്പൺ ആയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനിടയ്ക്ക് ഒരു കാര്യം ഓർമ്മിപ്പിച്ചോളട്ടെ. കഴിഞ്ഞ ആഴ്ച DCS സിസ്റ്റംസ്, ഫ്യൂഷൻ മൈക്രോ, അതുപോലെ തന്നെ ഗ്ലോബൽ ഹെൽത്ത്, ബികാജി ഫുഡ്സ്, ഇങ്ങനെ 4 IPOകളാണ് മാർക്കറ്റിലേക്ക് എത്തിയത്. ദീപാവലിക്ക് ശേഷം നവംബർ മാസത്തിൽ നിരവധി IPOകൾ ഇങ്ങനെ വരിവരിയായിട്ട് വരാനായിട്ട് കാത്തു നിൽക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്രാവശ്യം ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ മാർക്കറ്റിലേക്ക് എത്താൻ പോകുന്നത് വീണ്ടും ഒരു 4 ഓഹരികളാണ്. അതിൽ പ്രധാനപ്പെട്ടത് അക്യുമെൻ കെമിക്കൽസ്, പിന്നെ 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ്, കെയ്ൻസ് ടെക്നോളജി, ഗ്രീൻ എനർജി സർവീസസ് എന്നീ 4 കമ്പനികൾ കൂടി മാർക്കറ്റിലേക്ക് വരികയാണ്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നതാണ് തീർച്ചയായിട്ടും. അത് മാർക്കറ്റിൽ നിന്ന് 5020 കോടി രൂപയാണ് ഈ 4 കമ്പനികൾ കൂടി മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 4000 ചില്വാനം കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് ആ 4 കമ്പനികൾ സ്വരൂപിച്ചതെങ്കിൽ ഇപ്രാവശ്യം വീണ്ടും 4 കമ്പനികളാണ് എത്തിയിരിക്കുന്നത്. അതിലൊന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് എന്ന ഈ കമ്പനി. നമുക്കിനി അതിൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ വീണ്ടും മടങ്ങാം. 1984 രൂപം കൊണ്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. റിസർവ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇത് സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന ഈ സംസ്ഥാനങ്ങളിലാണ് ഏകദേശം 85% ബ്രാഞ്ചുകൾ കിടക്കുന്നത്. ഏകദേശം 300ഓളം ബ്രാഞ്ചുകളുണ്ട്. 126ഓളം ഡിസ്ട്രിക്റ്റുകളിലായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇവർ പ്രധാനമായിട്ടും ചെറുകിടക്കാർക്ക്, അതായത് ഷോപ്പ് ഓണേഴ്സ്, സ്മോൾ റെസ്റ്റോറൻറ്റ്സ് നടത്തുന്ന ആളുകൾ, പിന്നെ ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, ബേക്കറി ഔട്ട്ലെറ്റ്സ്, പിന്നെ വീടുകൾ റിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലോണുകൾ, ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെയാണ് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈ തന്നെയാണ് ഇവരുടെ ആസ്ഥാനം. ഏറ്റവും പുതിയ കണക്ക് വെച്ചിട്ടൊരു 3900 എംപ്ലോയീസ് ഉണ്ട് കമ്പനിക്ക്. അതുകൂടാതെ ഇവരുടെ ഫിനാൻഷ്യൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് വളരെ അറിയപ്പെടുന്ന ചില ഫണ്ടുകളാണ്. അതായത് TPG ക്യാപിറ്റൽ, സെക്വയ ക്യാപിറ്റൽ, മാട്രിക്സ് പാർട്ട്നേഴ്സ്, പിന്നെ നോർത്ത് വെസ്റ്റ് വെഞ്ചർ പാർട്ട്നേഴ്സ്, KKR, TVS ക്യാപിറ്റൽ ഫണ്ട് തുടങ്ങിയിട്ടുള്ള വളരെ അറിയപ്പെടുന്ന ഫണ്ടുകളാണ് ഇവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് നോക്കാം. ലക്ഷ്മിപതി ദീനദയാൽ, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. 13.01 ഓഹരികൾ അദ്ദേഹത്തിൻ്റെ കൈവശമാണ്. ചെയർമാനും MDയും അദ്ദേഹം തന്നെയാണ്. അതുകൂടാതെ ഹേമ ലക്ഷ്മിപതിയും ശ്രീത ലക്ഷ്മിപതിയും ഇതിൻ്റെ പ്രൊമോട്ടേഴ്സാണ്. ഇവരുടെ കൈവശം എല്ലാം ഇവരുടെയും ചേർത്ത് 46.16% ഓഹരികൾ ഉണ്ട്. ഇത് കൂടാതെ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രധാന ഇൻവെസ്റ്റേഴ്സിൽ ചിലരുടെ കൈവശമുള്ള ഓഹരികൾ കൂടി നമുക്ക് നോക്കാം. TPG ഏഷ്യ 7ൻ്റെ കൈവശം 20.9% ഓഹരികളാണ് ഉള്ളത്. മാട്രിക്സ് പാർട്ട്നേഴ്സ് ഇന്ത്യയുടെ കൈവശം 14.09% ഓഹരികളും, നോർത്ത് വെസ്റ്റ് വെഞ്ചർ പാർട്ട്നേഴ്സിൻ്റെ കൈവശം, മൗറീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണത്, അവരുടെ കൈവശം 10.22% ഓഹരികളും, SCI ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കൈവശം 8.81% ഓഹരികളുമാണ് ഉള്ളത്. ഇത് പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് കമ്പനിയിലേക്ക് ഒരു പൈസ പോലും ഈ ഇഷ്യൂ വഴി ലഭിക്കുന്നില്ല. പൂർണ്ണമായിട്ടും ഇത് വിറ്റഴിക്കുന്ന ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് കമ്പനിക്ക് എന്ന് നമുക്ക് തോന്നാം. അത് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇതൊരു ലിസ്റ്റഡ് കമ്പനിയായിട്ട് മാറുന്നു എന്ന സ്റ്റാറ്റസ് കമ്പനിക്ക് ലഭിക്കുന്നു.
കൂടാതെ അതുവഴി ഫ്യൂച്ചറിൽ ഒരു ക്യാപിറ്റൽ മൊബിലൈസേഷൻ വളരെ ഈസി ആയിട്ട് നടക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട്. മാത്രമല്ല ഇതിന് ഇനി മുതൽ നല്ല ലിക്വിഡിറ്റി ലഭിക്കും. ഇൻവെസ്റ്റേഴ്സിന് ഓഹരികൾ വാങ്ങാനും വിൽക്കാനും എല്ലാം സാധിക്കും. നമ്മളെപ്പോലെയുള്ള ഇപ്പോൾ ഇത് വാങ്ങുന്ന ആൾക്കാർക്ക് ഇതിൽ പങ്കാളിയാവാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. ഇതെല്ലാമാണ് പ്രധാനമായിട്ടും ഇതുവഴിയുള്ള ഈ ഇഷ്യൂ വഴിയുള്ള പ്രയോജനങ്ങൾ. നമുക്കിനിയും 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് ലിമിറ്റഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഏകദേശം 1,85,000 ആൾക്കാർക്ക്, അതിലേക്ക് ചെറുകിടക്കാർക്ക് ഇവർ ലോൺ ഫെസിലിറ്റീസ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല 2019 വെറും 173 ബ്രാഞ്ചുകളായിരുന്നത് ഇപ്പോൾ 300-ൽ പരം ബ്രാഞ്ചുകളായിട്ട് വളരുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ വളർച്ചയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇവരുടെ CAGR കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 86% ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ പിയർ കമ്പനികൾ ഇവരുമായിട്ട് സമാനമായിട്ടുള്ള മറ്റു കമ്പനികളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ 3-ാം സ്ഥാനത്താണ് വളർച്ചയുടെ കാര്യത്തിൽ 5 സ്റ്റാർ എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. സ്മോൾ ബിസിനസ് ലോൺ സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ശ്രീറാം സിറ്റി യൂണിയൻ ഫിനാൻസ്, അത് കഴിഞ്ഞാൽ 5 സ്റ്റാർ എന്നുള്ള നിലയിലാണ് ആ നിരയിലുള്ള ആദ്യത്തെ 3 സ്ഥാനങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് നോക്കാം. 2019 മുതൽ 2022 വരെയുള്ള കണക്കുകളാണ്. ഇതാണ് റവന്യൂ കോളം. റവന്യൂ കോളത്തിൽ 2019 റവന്യൂ എത്രയാണ്? 409 കോടിയാണ്. അതിന് ശേഷം പിന്നീട് ക്രമമായിട്ട് കൂടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2022 ആയപ്പോഴത്തേക്ക് 1,256.2 കോടിയായിട്ട് റവന്യൂ കൂടിയിട്ടുണ്ട്. ഇത് എക്സ്പെൻസ് കോളമാണ് ഈ കാണുന്നത്. നെറ്റ് ഇൻകം നോക്കുക, അതിൻ്റെ കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത് 156.1 കോടിയാണ് 2019 കമ്പനിയുടെ ലാഭമെങ്കിൽ അടുത്ത വർഷമായപ്പോൾ 260.8 കോടിയായിട്ട് അത് വർദ്ധിച്ചിട്ടുണ്ട്. അടുത്ത വർഷം നോക്കൂ 358.2 കോടിയായിട്ട് ഉയർന്നു. അതിൻ്റെ അടുത്ത വർഷം 451.3 ആയി. അപ്പോൾ 2019 156.1 കോടിയായിരുന്നു എങ്കിൽ അത് 2-3 വർഷം കൊണ്ട് 451.3 കോടിയായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. മാർജിൻ പെർസെൻറ്റേജ് നോക്കും, 38.2% ആയിരുന്നു 2019 അതിൻ്റെ മാർജിൻ പെർസെൻറ്റേജ് എങ്കിൽ അടുത്ത വർഷം 33.1 എന്നും 34.1% എന്നും അത് ഇവിടെ ഒന്ന് താന്നെങ്കിലും അടുത്ത വർഷം ആയപ്പോഴത്തേക്കും വീണ്ടും മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് വീണ്ടും മെച്ചപ്പെട്ട് 35.9% എന്നുള്ള ലെവലിലേക്ക് 2022 എത്തിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുമ്പോൾ മികച്ചു നിൽക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി കമ്പനിയുടെ EPS നോക്കാം. ഏറ്റവും പുതിയത് 15.92 ആണ്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 13.86%, NAV 127.35 പെർ ഷെയറുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ രജിസ്ട്രാർ ആരാണെന്ന് നോക്കാം. രജിസ്ട്രാർ KFin ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പിന്നെ ലീഡ് മാനേജേഴ്സ് അത് ICICI സെക്യൂരിറ്റീസ്, എഡിൽവൈസ് ഫിനാൻഷ്യൽ, കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ, പിന്നെ നോമുറ ഫിനാൻഷ്യൽ അഡ്വൈസറി ആണ്. ഓൺലൈനായിട്ട് ഷെയർ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയാത്ത പുതിയ നിക്ഷേപകർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടാൽ മതിയാവും. 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസിൻ്റെ IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇനി ഒന്ന് പരിശോധിക്കാം. IPOയുടെ ഡേറ്റ് നവംബർ 9 മുതൽ 11 വരെയാണ്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വരുന്നത് 450 മുതൽ 474 വരെയാണ്. ഫ്രഷ് ഇഷ്യൂ ഒന്നുമില്ല. ഇതിൻ്റെ എല്ലാം ഓഫർ ഫോർ സെയിലാണ് നമുക്കറിയാം. 1905.05 കോടിയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം കണക്കാണ് പറഞ്ഞത്. ഇതിൻ്റെ മിനിമം ഒരാൾ അപ്ലൈ ചെയ്യേണ്ടത് റീറ്റെയിലേഴ്സ് 31 ഓഹരിയാണ്. അതായത് ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ 31 ഓഹരികൾ വരും. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് അനുവദിക്കുന്നുണ്ട്. അതായത് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. അപ്പോൾ ഇത് മെയിൻ ബോർഡ് IPO ആണ്. ഇതിൻ്റെ ഏകദേശം ഡേറ്റുകളിലേക്ക് നമുക്ക് നോക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് 16 നവംബർ മാസത്തിൽ. ഇത് കിട്ടാത്തവർക്ക് റീഫണ്ടായിട്ട് തൊട്ടടുത്ത ദിവസം 17 ഫണ്ട് പൈസ അക്കൗണ്ടിൽ ഫ്രീ ആവും. പിന്നെ ഡിമാറ്റിലേക്ക് ക്രെഡിറ്റ് കിട്ടുന്ന ഓഹരി 18 ആണ്. ഇത്
ലിസ്റ്റ് ചെയ്യുന്നത് നവംബർ മാസം 21-ാം തീയതിയുമാണ്. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയേണ്ട ഒരു കാര്യം, ഇതൊരു NBFC ആണ്, മൈക്രോ ഫിനാൻസ് കമ്പനിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളുടെ ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഏറ്റവും അറിയപ്പെടുന്ന വലിയ ഫണ്ടുകൾ തന്നെയാണ് ഇവരുടെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത്, ഇവരെ പിന്താങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശക്തമായ അടിത്തറയുള്ള ഒരു കമ്പനി തന്നെയാണെന്ന് മനസ്സിലാക്കാം. അവർ പക്ഷേ കുറച്ച് ഓഹരികൾ ഈ ഇഷ്യൂ സമയത്ത് വിൽക്കുന്നു എന്നുള്ളത് നമ്മളെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ലാഭം എടുക്കുന്നു, നല്ല സമയം എത്തിയപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ കുറച്ച് ലാഭം എടുക്കുന്നു എന്നുള്ളത് മാത്രം അതിൽ നിന്ന് കണ്ടാൽ മതിയാവും. പിന്നെ ഇത്തരം കമ്പനികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് NPA ആണ്, അത് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ കിട്ടാക്കടം എന്നുള്ളതാണ്. അപ്പോൾ കിട്ടാക്കടം കഴിഞ്ഞ വർഷം 0.8% ആയിരുന്നത് ഇപ്രാവശ്യം 0.7% കുറഞ്ഞു എന്നുള്ളതാണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുള്ളത്. വലിയൊരു നേട്ടമാണ് കമ്പനിയെ സംബന്ധിച്ച്. അതായത് കമ്പനിയുടെ മാനേജ്മെന്റ് വളരെ മികച്ചതാണ് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാൻ സാധിക്കും. എന്തായാലും മിഡ് ടേം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വാങ്ങാവുന്ന ഒരു ഓഹരിയാണെന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മടിക്കരുത്. പിന്നെ ഇത് എല്ലാ രീതിയിലും നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് ഉടനെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.